ഹലോ, ഇന്ന് നമുക്ക് വിൻറ്റേജ് സ്റ്റൈലിൽ പണ്ടത്തെ ആ ഒരു സ്റ്റൈലിൽ റേഡിയോ ഉണ്ടാക്കിയാൽ അതും വേസ്റ്റായിട്ട് കളയുന്ന കാർഡ്ബോർഡ് ബോക്സ് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഫസ്റ്റ് ഈ ഒരു മെത്തേഡിലുള്ള ഒരു കാർഡ്ബോർഡ് ബോക്സ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അതൊന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് ഷേപ്പാക്കി എടുക്കുന്നുണ്ട്. അത് കട്ട് ചെയ്തതിന് ശേഷം ഞാൻ ഗ്ലൂ ഗണ്ണ് ഉപയോഗിച്ചിട്ട് ഈ ഒരു ഷേപ്പിലാണ് സ്റ്റിക്ക് ചെയ്യുന്നത്. ഒരു ബോക്സ് ഷേപ്പിൽ ഈ ഒരു ബോക്സ് ഷേപ്പ് നമ്മളെ കയ്യിലുണ്ടെങ്കിൽ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ എൻ്റെ കയ്യിൽ ഈ ഒരു ബോക്സ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ 4 കഷ്ണമാക്കിയിട്ട് സെയിം അളവിൽ തന്നെ എടുക്കുക എല്ലാ മെഷർമെൻറ്റും, എന്നിട്ട് സ്റ്റിക്ക് ചെയ്യുക ചെയ്യുന്നത്. ഒരു ഷേപ്പിൽ ഞാൻ സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ എടുക്കുന്ന സൈസ് സെയിം ആയിരിക്കുക. പിന്നെ റെഡി ആയതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് സാധനങ്ങൾ വേണം പണ്ടത്തെ ആ ഒരു സ്റ്റൈലിൽ. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ ഞാൻ ഫസ്റ്റ് ചെയ്യുന്നത്, ഫസ്റ്റത്തെ ഈ ഒരു കാർഡ്ബോർഡിൻ്റെ ആ ഒരു ഇത് കളഞ്ഞിട്ട് ഈ ഒരു ഇതിൽ കിട്ടും നമുക്ക്. എന്നിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിക്ക് ചെയ്യുക, എന്നിട്ട് ഒരു കട്ട് ചെയ്തിട്ട് മാറ്റുന്നുണ്ട്. ഇതുപോലെ സർക്കിൾ ഷേപ്പിൽ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. അതിന് ബ്ലാക്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ലൈൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു മെത്തേഡിൽ ഞാൻ 2 എണ്ണം ഉണ്ടാക്കുന്നുണ്ട് സർക്കിൾ ഷേപ്പിൽ. പിന്നെ നടുക്ക് സെൻറ്ററിൽ വെച്ച് കൊടുക്കാൻ ഈ ഒരു ബോക്സ് ഷേപ്പിൽ ഒരു ചെറിയ പീസാക്കി കട്ട് ചെയ്യുക. എന്നിട്ട് ഇതുപോലെ ബ്ലാക്ക് പെൻ വെച്ചിട്ട് സ്കെച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു മെത്തേഡിൽ. അടുത്തത് വേണ്ടത് ഇതുപോലത്തെ കളർ പേപ്പർ എടുത്തിട്ടുണ്ട്. ഞാൻ 4 പീസ് കളർ പേപ്പർ എടുത്തിട്ടുള്ളത്, 4 കളറ്. എന്നിട്ട് കട്ട് ചെയ്യുന്ന സമയത്ത് 4 പീസും സെയിം അളവിൽ തന്നെ കട്ട് ചെയ്യാം. ഞാൻ ഫസ്റ്റ് ഈ ഒരു വലിയൊരു ഷേപ്പിലായിരുന്നു കട്ട് ചെയ്തത്. ലാസ്റ്റ് സ്റ്റിക്ക് ചെയ്യുന്ന ആ ടൈമിൽ ഞാൻ എല്ലാം ഒന്ന് ചെറുതാക്കി മാറ്റുന്നുണ്ട്. കാരണം എനിക്കിവിടെ പറ്റിയൊരു അബദ്ധം എന്ന് വെച്ചാൽ റേഡിയോൻ്റെ അളവെടുക്കാണ്ട് ഇതെല്ലാം ഒന്ന് വലിയ ടൈപ്പിലാക്കിപ്പോയി. അപ്പോൾ അതൊന്ന് ചെറുതാക്കി ഒന്ന് മാറ്റുന്നുണ്ട് സ്റ്റിക്ക് ചെയ്യുന്ന ആ ടൈമിൽ. പണ്ടത്തെ ആ ഒരു സ്റ്റൈലിൽ റേഡിയോന് സ്റ്റാർട്ട് ചെയ്യൽ വേണ്ടേ, ഈ വോളിയം കുറക്കുന്ന എല്ലാം ഒന്നും ഉണ്ടാക്കണ്ടേ, അതെല്ലാം അടുത്ത് ഉണ്ടാക്കുന്നത്. അങ്ങനെയെല്ലാം വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഓരോ ഷേപ്പിൽ സ്കെച്ച് പെൻ വെച്ചിട്ട് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് കളർ പേപ്പറിൽ. ലാസ്റ്റ് അത് പിടിക്കാൻ വേണ്ടിയിട്ടൊരു ഇതുപോലെ കാർഡ്ബോർഡിൻ്റെ പീസ് ഇതുപോലെ ഒന്ന് ഷേപ്പിൽ കട്ട് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് ഇപ്പോൾ വെച്ച് നോക്കുന്നേ. ലാസ്റ്റ് ഒന്ന് സ്റ്റിക്ക് ചെയ്യണം. നമ്മൾ ആ അളവെല്ലാം ഒന്ന് കറക്റ്റാണ് നോക്കേണ്ടിയിട്ട്. എൻ്റെ അളവ് ഇവിടെ എല്ലാം വലിയതായതുകൊണ്ട് ഞാൻ അതെല്ലാം ഒന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് ചെറുതാക്കി മാറ്റുന്നുണ്ട്. ഈ സർക്കിൾ ഷേപ്പിൽ ഈ ഒരു മെത്തേഡിലാണ് ഞാനിപ്പോൾ സ്റ്റിക്ക് ചെയ്യുന്നത്. ഫസ്റ്റ് ഈ ഒരു മെത്തേഡിൽ, പക്ഷെ എനിക്കതൊന്ന് സ്റ്റിക്കാക്കിയതിന് ശേഷം ഒരു നീറ്റ് കിട്ടാത്തതുകൊണ്ട് ഞാനത് എന്ത് ചെയ്തു, സ്റ്റിക്ക് ചെയ്തത് റിമൂവ് ആക്കിയിട്ട് ഒന്നും കൂടി കുറച്ചൊന്ന് വലുപ്പത്തിലാക്കിയിട്ടാണ് ഞാൻ ലാസ്റ്റ് സ്റ്റിക്ക് ചെയ്തിട്ടുള്ളത്. ലാസ്റ്റ് ഞാൻ സ്റ്റിക്ക് ചെയ്യുന്നത് സൗണ്ട് കൂട്ടുന്നതും കുറക്കുന്നതായിട്ടുള്ള ആ ഒരു സംഭവമാണ് ഞാൻ സ്റ്റിക്ക് ചെയ്യുന്നത്. പിന്നെ ആ ഒരു കളർ പേപ്പർ ഉണ്ടാവുമല്ലോ നേരത്തെ വെച്ച് നോക്കിയത്, അത് ഫുള്ളായിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഫ്രണ്ടിൽ കാണുന്ന ഇതെല്ലാം ഒന്ന് സ്റ്റിക്ക് ചെയ്തിനെങ്കിലും അതെല്ലാം റിമൂവ് ആക്കിയിട്ട് ഞാൻ കുറച്ച് വലുപ്പത്തിലാക്കിയിട്ട് അതേ മെത്തേഡിലൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ, താങ്ക് യു.